ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പുറകെ ഉണ്ടാവും ഞാൻ, നിഴല് പോലെ. നടക്ക, കൊണ്ടോളെ. അടുത്തൂഴം നിനക്ക് കരുതിയിരുന്നോ? കൊണ്ടോ വേഗം. എന്താ മേഡം കാര്യം? ഞാൻ സുസ്മിതയുടെ ഫ്രണ്ടാ. ആണോ? എങ്കിൽ കേട്ടോ, വിഷ്ണുവിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചവര് പറഞ്ഞത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സുസ്മിതയാണെന്നാ. ഇവളുടെ സ്വഭാവം വെച്ച് അങ്ങനെ ചെയ്യിക്കുന്ന ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അത് മാത്രമല്ല, പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനോട് പകയും വിദ്വേഷവും സുസ്മിതയ്ക്കുണ്ടെന്ന് ഇതിനു മുമ്പുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇനി എന്തേലും വിശദീകരിക്കണോ? അത് വേണ്ട. മുൻവിധി കൊണ്ട് ആരെയും കുറ്റക്കാരിയാക്കാൻ ഒരു നിയമവും പറയുന്നില്ലല്ലോ മേഡം. അതുകൊണ്ട് ചെറിയൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതും കൊടുത്തേ. ഗുണ്ടകൾ പറഞ്ഞത് സത്യമാണോ അല്ലേന്ന് കോടതി തീരുമാനിക്കട്ടെ. എന്നിട്ടാവാം അറസ്റ്റ്. അതല്ലേ മേഡം വേണ്ടത്? പുള്ളിക്കുറവനും മരണമൊക്കെ നമുക്കങ്ങ് വിടാം. കഷ്ടകാലം വരുമ്പോ കൂവുന്നത് ആരാണെന്നല്ലേ മാഡത്തിന്റെ സംശയം? കൂട്ടത്തിൽ നിൽക്കുന്നവരാ മാഡം. കാടിളക്കി അറസ്റ്റ് ചെയ്തവർ ദാ ഇതുപോലെ കൺമുന്നിലൂടെ കൂളായിട്ട് ഇറങ്ങിപ്പോകുമ്പോ കൂട്ടത്തിൽ നിൽക്കുന്നവർ കൂവും. നേരിട്ട് കൂവില്ലെങ്കിലും മനസ്സിൽ കൂവും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിയാൽ മതി. ഒരു ചെറു ചിരി അവരുടെ മുഖത്തുണ്ടാവും. അതിലെല്ലാം ഉണ്ട് മാഡം, പരിഹാസവും കളിയാക്കലും എല്ലാം. വരട്ടെ, ഇനിയൊരവസരം വരട്ടെ. അതുവരെ ഈ സുസ്മിതൻ വെറുതെ വിട്ടേക്ക്. നിഴല് പോലെ നീയല്ല വിഷ്ണു, നിനക്ക് പുറകെ ഞാനാ ഉണ്ടാവാ. എടി സുസ്മിത, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നീ ഇപ്പൊ രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ നിയമപുസ്തകത്തിൽ നിനക്കുള്ള ശിക്ഷ എഴുതി ഉറപ്പിച്ചു കഴിഞ്ഞു. അത് തടയാൻ നിനക്കോ നിന്റെ കൂടെയുള്ള ഉപഗ്രഹങ്ങൾക്കോ കഴിയില്ല. കാരണം അത് വിഷ്ണുവിന്റെ കൊട്ടേഷനടേ. അത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം പോലെയാ. തൊടുത്ത് വിട്ട തലയിറക്കാതെ തിരിച്ചു വരില്ല. സൂക്ഷിച്ചു നീ. നിന്റെ തലയ്ക്കുള്ള രക്ഷ ഇനി നീ മാത്രമാ.
അപ്പോ ഇനി എന്താ മാഡം? കൊടിയേറ്റും ഉത്സവമൊക്കെ കഴിഞ്ഞില്ലേ? ആ സ്ഥിതിക്കങ്ങ് മടങ്ങാലോ. താങ്ക്സ് എല്ലാത്തിനും. പിടിക്കപ്പെട്ട ഗുണ്ടകൾക്ക് ആവശ്യത്തിന് കാശറിയണം. ഇനി സുസ്മിതയുടെ പേര് അവർ പറയരുത്. അവരിനി എന്റെ പേര് പറയരുത്. ഒന്നുകിൽ പണം, ഇല്ലെങ്കിൽ പണി. രണ്ടിലൊന്ന് അവിടെ നടക്കും. ഇത് സുസ്മിതയാ പറയുന്നത്. സുസ്മിത. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പലതും ചോദിച്ചതിന് പല രീതിയിലുള്ള മറുപടി എനിക്ക് കിട്ടിയത്. ചിലതൊക്കെ ഓർക്കുന്നുണ്ട്, പക്ഷേ മറ്റു ചിലതൊക്കെ അത്ര കൃത്യമായിട്ട് ഓർക്കുന്നുമില്ല. പക്ഷെ ചിലതെല്ലാം ഇന്നലെ കണ്ട പോലെ നല്ല വ്യക്തമായിട്ടാണ് പറയുന്നത്. അതെല്ലാം കേട്ടതാണല്ലോ. ഇദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളെക്കാൾ നല്ല ഓർമ്മശക്തിയും ഉണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞാ ഡോക്ടറെ, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. പക്ഷെ കേൾക്കണ്ടേ, മോനും ഇവക്കുവാ നിർബന്ധം ഡോക്ടറെ കാണണമെന്ന്. എനിക്കതാണ്ട മാരക അസുഖമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ വിശ്വാസമായില്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഡോക്ടറെ. ഞാൻ പറഞ്ഞു മടുത്തു. ഭാമേ, നീ കേട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ വാ. എനിക്കൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എപ്പോഴും അസുഖമുണ്ടെന്നാ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു ആശ്വാസമൊക്കെ പറഞ്ഞത് മനഃപൂർവ്വം. ഒരു രോഗി താനൊരു രോഗിയാണെന്ന് അറിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് ഒരു രോഗവും ഇല്ലെന്ന് അറിവിൽ നിൽക്കുമ്പോൾ ചികിത്സിക്കുന്നതാ. ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടും. അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അസുഖവും. അല്ലെങ്കിൽ പല പരീക്ഷണ ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിക്കേണ്ടതായി വരും. ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലേ ഡോക്ടർ? ഇല്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പം ഈ രോഗവും ഉണ്ടാവും. മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പം നമ്മളും ഉണ്ടാവണമെന്ന് മാത്രം. പക്ഷെ ഇത് കുറച്ചുകൊണ്ടുവരാൻ പറ്റും, ശ്രദ്ധ കൂടുതൽ കൊണ്ട്. അവർക്ക് ഭാരപ്പെട്ട ചിന്തകൾ കൊടുക്കാതെ പകുതി ചിന്ത നമ്മൾ ഷെയർ ചെയ്തെടുത്താൽ മതി.
ഞാനൊരു അഡ്രസ്സ് തരാം. എൻ്റെ സുഹൃത്ത് നടത്തുന്നൊരു ട്രീറ്റ്മെന്റ് സെന്ററാണ്. കുറച്ചധികം പണം ചിലവാകും, പക്ഷേ ഈ ഒരു അസുഖത്തിന് ആ ചികിത്സ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഡോക്ടർ, ഞാൻ എൻ്റെ മകനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ആ ചികിത്സ തന്നെ ചെയ്യാം. കേസും കൂട്ടവും എല്ലാം ഒഴിവായമ്മേ. ഇനിയിപ്പം അതിന്റെ പിന്നാലെ ഓടണ്ട. ഓ, സമാധാനമായി. ഇനി രണ്ടുപേരും സമയം കണ്ടെത്തി നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുമെങ്കിലേ അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ. പിന്നെ ശ്യാമ മോളെയും കൊണ്ട് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ പോയി. ഈ ഒരു അവസ്ഥയിൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. ആ ചന്ദ്രബോസ് ഇപ്പോ തോറ്റുപോയ അവസ്ഥയിലാ. പാമ്പിന്റെ പകയുള്ളവനവൻ. രോഹിതുമായി അടുത്ത ബന്ധവും. ഞങ്ങൾ പറഞ്ഞതാ ശ്യാമയോട്, അതൊരു തടവറയാണ്. നിന്നെ മോളെയും ദ്രോഹിക്കാനേ അവൻ നോക്കൂ, പോകണ്ടെന്നൊക്കെ. പക്ഷെ അവിടെ നിന്നാലേ രോഹിത്തിനെ നന്നാക്കാൻ പറ്റുമെന്നും പറഞ്ഞ അവള് മോളെയും കൊണ്ട് പോയത്. അവൻ നേരെയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ പണ്ടേ അവൻ നന്നായനെ. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാനായിരിക്കും അവളുടെ വിധി. ഒടയ തമ്പുരാൻ കൽപ്പിച്ചു തരുന്നത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിക്കുമായിരിക്കും. ശ്യാമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം വിഷ്ണുട്ടാ. എങ്കിലേ മോൾക്ക് അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാവും. അവളങ്ങനെ അവിടെ കിടന്ന് നരയിക്കേണ്ടവളല്ല. അവളവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലെ തീയ. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവളാ. നമ്മൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ശത്രുക്കളാവും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്തത്. എന്നാലേ ഞാൻ ഇറങ്ങാ. അവിടെ അച്ഛനും അമ്മേനെ ഒന്ന് കാണണം. അല്ല മോനെ, മോനൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തു വെക്കാം. അപ്പോഴേക്കും സത്യം വരും. അപ്പൊ പിന്നെ മോളെയും കൂടെ കണ്ടിട്ട് പോവാല്ലോ. ഇല്ല, സത്യമൊക്കെയാണ് ഞാൻ പിന്നെ വന്നോളാം ശാരദാമ്മേ. ഇപ്പം ഞാൻ പോട്ടെ. നിരപരാധിയായിട്ട് അമ്മയുടെ മുന്നിൽ ചെന്നെന്ന് എനിക്ക് പറയണം. എന്നെ വെറുതെ വിട്ടെന്ന്. അത് എത്രയും നേരത്തെ ആവുന്നോ അത്രയും നേരത്തെ ആവട്ടെ. ഞാൻ ഇറങ്ങാം. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, നമുക്കിനി ഈ ലോറിപ്പണി വേണ്ട. ഈ കിട്ടിയ ചതിയോടുകൂടി നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ചേട്ടാ എത്രയായി? 80 രൂപ. എല്ലാവരെയും വിറപ്പിച്ചിട്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പോയ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ട് വരികയില്ലെന്ന്. അല്ല, അവരെന്താ നിന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ലേ? ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാ, അല്ലാതെ എന്റെ വീട്ടിലൊന്നും അല്ല. നിക്കേ. അപ്പൊ നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേട്ടനും കൂടി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് സംരക്ഷിക്കാനല്ല, നീ പറയുന്നത് പോലെ വീണ്ടും നിന്നെ ഇവിടെ ഇട്ട് നരകയാതനെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാ. അതെ, എന്നെ വിവാഹം ചെയ്തോണ്ടുന്ന വീടാ ഇത്. അതെത്ര മായ്ച്ചാലും ആയത്താണല്ലോ. ആ, നിന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് ഞാനാണല്ലോ. ഞാൻ പറയുന്നു, നിനക്ക് ഈ വീട്ടിൽ ഒരവകാശവും ഇല്ല. പിന്നെ നിനക്ക് നിന്റെ കൊച്ചിനും ഇവിടെ നിൽക്കണമെങ്കിൽ ദേ അവളുടെ കാൽക്കിലേക്ക് വീഴ്. എന്നിട്ട് ഇവിടെ ഇപ്പൊ കാണിച്ചു കൂട്ടിയ സകല പേക്കൂത്തുകൾക്ക് മാപ്പ് ചോദിക്കേ. എന്നിട്ടിവിടെ പുറത്തു
രോഹിത്തിനിപ്പൊ എന്നെ കൊണ്ട് ഇവളുടെ കാല് പിടിപ്പിക്കണം. അത് ഇവള് പറഞ്ഞതാണോ അതോ ഇവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വയം തീരുമാനിച്ചതാണോ? ശ്യാമേ, ഈ വീട് ലേലത്തിൽ പിടിച്ചത് ഞാനാ. ഇവിടെ ആരൊക്കെ നിക്കണം നിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെ. ആ നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ മേലാൽ നിന്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും കാണിച്ച വില കുറഞ്ഞ തരംതാണ ഡോഗ് ഷോയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറരുതെന്ന് പറയണം. കയറിയാ ഈ സുസ്മിത ആരാണെന്ന് നീയും അറിയും, ശരിക്കറിയും. സുസ്മിത, എന്തിനാ ഈ മാരണങ്ങളൊക്കെ എടുത്ത് തലേ വെക്കുന്നേ? ഇവളൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നശിക്കാനും നശിപ്പിക്കാനും വേണ്ടി കേറി വരുന്നവരാ. കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല, പറഞ്ഞങ്ങ് വിട്ടേക്കണം. എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞവളെ ബോധ്യമാക്കിയിട്ടുണ്ടല്ലോ. ഇനി അവരിതുപോലെ വന്നാ ഇവളും കൊച്ചും വീടിന് പുറത്താണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു വിടാം. ഇപ്പൊ തൽക്കാലം ഇവളും കൊച്ചും അകത്തേക്ക് പോട്ടെ. വാ മോളെ. രോഹിത്തെ, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ അവളും കൊച്ചുവിടെ വേണം. ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമ്മൾ ഒരു ബിസിനസ്സും ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇതുപോലൊരു കൊച്ചിൻ തള്ളയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു മറയാണ്. ഈ ചിരിക്ക് ഒരു ജീവനില്ലല്ലോ ചിറ്റപ്പ. എങ്ങനെ ജീവൻ ഉണ്ടാവും? അസിസ്റ്റന്റ് കമ്മീഷണറുടെ തൊപ്പിയും വെച്ചോണ്ട് സാധാ പോലീസുകാരന്റെ ഒരു പവർ പോലും കാണിക്കാൻ പറ്റാതാവുമ്പോ ചിരിയെന്നല്ല, മൊത്തത്തിൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലെ ആവും. അത് തന്നെ അടി വെച്ചേ. മോളെ രക്ഷിക്കാട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു വേദന എനിക്കുണ്ട്. ചിറ്റപ്പന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്റെ വേദന മനസ്സിലാക്കിയത് ഈ നിൽക്കുന്ന ഉപേന്ദ്ര മുതലാളിയാണ്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും, നന്ദിയുള്ളവളും ആയിരിക്കും. കാരണം ഞാൻ അകത്തു പോകാതെ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചത് ഈ വലിയ മനുഷ്യൻ തന്നെയാണ്. കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഉപേന്ദ്രൻ കൈവിടില്ല. അതിപ്പോ ജീവൻ പകർത്തി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ. സുസ്മിത അകത്ത് കിടക്കേണ്ടവളല്ല, പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടവളാ. ഞങ്ങൾക്ക് വെള്ളവും വളവും സമാസമം തരാനേ പറ്റൂ. അത് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള കഴിവ് സുസ്മിതയ്ക്ക് മാത്രമുള്ളതാ. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ശാരദാമയെ പോലെ ബുദ്ധിയിലും കഴിവിലും സമാസമം നിൽക്കുന്ന ആള് തന്നെ ഈ സത്യഭാമയും. ഇപ്പോഴത്തെ ഈ ക്ഷീണം അവരെ ഒന്ന് തളർത്തിയെന്നുള്ള സത്യമാണ്. പക്ഷേ അവര് തിരിച്ചു വരും. ആ വരവ് തളർത്താനുള്ള വഴിയാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. പരിശുദ്ധി കറിമസാല ഒരുക്കുന്ന ഫുഡ് കോമ്പറ്റീഷന് സത്യഭാമയും ശാരദയും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ കറിമസാല കമ്പനിയുടെ MD സാബു വർഗീസ് എന്റെ ഒരു നല്ല സുഹൃത്താ. ആ അച്ചായനാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തോടെ സത്യഭാമയും ശാരദാമയും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട് തുല്യ ശക്തികൾ ഒന്നിച്ചാൽ അപകടം അവരുടെ ശത്രുവിന്, അതായത് നമുക്കാണെന്ന്. ഇതിനു മുമ്പും ഇവരെല്ലാം പങ്കെടുത്ത ഒരു ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് ശ്യാമ പറഞ്ഞെനിക്കറിയാം. അന്നും കടുത്ത മത്സരമായിരുന്നു എന്നാ പറഞ്ഞു കേട്ടത്. അതില് ഞാനും പങ്കെടുത്തായിരുന്നു. സത്യഭാമയായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റ്. ഇന്നിപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു.
കാലം പോയൊരു പോക്കേ. ഈ മത്സരത്തിൽ ഈ രണ്ട് തുല്യ ശക്തികൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്കിൽ ഞാനും പങ്കെടുക്കാം. മത്സരത്തിൽ ശാരദാമ്മ ജയിച്ചാലും സത്യഭാമ ജയിച്ചാലും നമുക്ക് പാരയാ. അതുകൊണ്ട് രണ്ടുപേരും ജയിക്കാതിരിക്കാനാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ ജയിക്കണ്ടേ? അവര് രണ്ടുപേരും ജയിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കേണ്ടവള് ഞാൻ തന്നെയാ. അത് പക്ഷേ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല. മോളെ, ഈ മന്ത്രവും തന്ത്രവും ഏൽക്കാത്തടത്ത് കുതന്ത്രവും ഉപയോഗിക്കാം. എന്തായാലും എങ്ങനെയായാലും സുസ്മിതയ്ക്ക് ജയം വേണം. അതിന് പണം ഒഴുക്കണമെങ്കിൽ പണം ഒഴുക്കാം. ഇനി രക്തം തന്നെ ഒഴുക്കണമെങ്കിൽ സുസ്മിത അതിനും തയ്യാറാ. അന്തിമ ലക്ഷ്യം വിജയം മാത്രം.